അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് മത്സരത്തിന് ഒരുങ്ങി ഇന്ത്യ. ഇരു ടീമും ഇന്ന് മൊഹാലിയിൽ അവസാനവട്ട പരിശീലനത്തിനിറങ്ങും. നാളെ രാവിലെ 9:30 മുതലാണ് മത്സരം ആരംഭിക്കുക. ഇന്ത്യൻ ടീമിൽ 3-ാം നമ്പറിൽ ആരായിരിക്കും ഇറങ്ങുക എന്നതിൽ ആശങ്ക തുടരുകയാണ്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിലെ വൻമതിൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചേതേശ്വർ പുജാരയുടെ പടിയിറക്കത്തിന് ശേഷം ടീം ഇന്ത്യയെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ചോദ്യം ഒന്നു മാത്രം: ആരാകും ഇന്ത്യയുടെ പുതിയ 3-ാം നമ്പർ ബാറ്റർ? പുജാരയ്ക്ക് ശേഷം 3-ാം നമ്പറിലേക്ക് പരീക്ഷണങ്ങളുടെ പെരുമഴയായിരുന്നു. ശുഭ്മാൻ ഗിൽ, ദേവ്ദത്ത് പടിക്കൽ, സായ് സുദർശൻ, കരുൺ നായർ, വാഷിംഗ്ടൺ സുന്ദർ തുടങ്ങി നിരവധി താരങ്ങളെ ഇന്ത്യ പരീക്ഷിച്ചു. 3-ാം നമ്പറിൽ ഇടയ്ക്കുള്ള മാറ്റങ്ങൾ ടീമിനെ ഗുണം ചെയ്യില്ലെന്നും ഒരാളെ വിശ്വസിച്ച് ദീർഘനാൾ അവസരം നൽകുകയാണ് വേണ്ടതെന്നും സഹപരിശീലകൻ പറഞ്ഞു. I think whoever plays, they'll be given a bit of rope now. It's quite difficult with one test match now, and then we don't play a test match for another 2 months, and then you play 2 test matches, and then you don't play for a while. So, we need to factor that in. But I think the main point around there is we want to make a decision and then trust that person to grow into the role, and ideally quickly, because where we find ourselves in the WTC table, it's obviously we don't have time to bet in now, and that's probably something we could have done better leading up to this is nailing down that number 3 spot. സായ് സുദർശൻ, ദേവ്ദത്ത് പടിക്കൽ എന്നിവരിൽ ഒരാൾക്ക് 3-ാം നമ്പറിൽ നീണ്ട അവസരം നൽകാൻ ടീം ഒരുങ്ങുന്നതിന്റെ സൂചനയാണ് ടെൻഡോഷെറ്റ് നൽകിയത്. നെറ്റ്സിൽ രണ്ടുപേരും കഠിന പരിശീലനത്തിലാണ്. ഇതിനിടെ IPL പോലെ തന്നെ നെറ്റ്സിൽ പരിശീലനത്തിനിടയിലും സായ് സുദർശന്റെ ബാറ്റ് കയ്യിൽ നിന്ന് വഴുതി പുറകോട്ട് തെറിച്ചുപോയത് കൗതുകമുണർത്തി. ആഭ്യന്തര ക്രിക്കറ്റിൽ റൺസ് അടിച്ചുകൂട്ടിയ പടിക്കലും IPL ഗുജറാത്തിന് വേണ്ടി തിളങ്ങിയ സായ് സുദർശനും മികച്ച ഫോമിലാണെന്നും 3-ാം നമ്പറിൽ ആര് വന്നാലും അവർക്ക് ആവശ്യത്തിന് സമയം നൽകുമെന്നും കോച്ച് പറഞ്ഞു. ബാറ്റിംഗിൽ മാത്രമല്ല ബൌളിംഗിലും ഇന്ത്യ പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ്. പരിക്കിന്റെ ആശങ്കകൾ മാറ്റി മുഹമ്മദ് സിറാജ് നെറ്റ്സിൽ പൂർണ്ണ ഫോമിൽ പന്തെറിഞ്ഞത് ഇന്ത്യക്ക് ആശ്വാസം. 2 പേസർമാരും 3 സ്പിന്നർമാരും അടങ്ങുന്ന കോമ്പിനേഷനായിരിക്കും ഇന്ത്യ അഫ്ഗാനെതിരെ പരീക്ഷിക്കുക. കുൽദീപ് യാദവിനും വാഷിംഗ്ടൺ സുന്ദറിനുമൊപ്പം 3-ാം സ്പിന്നറായി മാനവ് സുതാർ, ഹർഷ് ദുബെ എന്നിവരിൽ ഒരാൾക്ക് അവസരം ലഭിച്ചേക്കും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.